ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹധന്യരായ സഹോദരങ്ങളെ, കഠിനമായ വേനൽ ചൂട്, ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമായിട്ടുള്ളത്. പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്നവരും ശാരീരികമായി വേണ്ടത്ര പ്രതിരോധ ശക്തിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്കുമൊക്കെ ഈ വ്രതാനുഷ്ഠാനം ഏറെ പ്രതിഫലം ലഭ്യമാകുന്ന വലിയ ഒരു കർമ്മമാണ് എന്ന സമാധാനത്തോടെ വേണം ഈ വിശുദ്ധമായ മാസത്തിൻ്റെ നോമ്പിനെ നാം കാണേണ്ടത്. ആമുഖമെന്നോണം ഇങ്ങനെ പറയാനുള്ളൊരു കാര്യം, ഏറെ ഉഷ്ണം ഓരോ ദിവസങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരുപക്ഷെ നോമ്പ് അതിൻ്റെ മധ്യ സമയത്തെത്തുമ്പോൾ, പകലിൻ്റെ നേർപകുതിയിലെത്തുന്ന സമയത്തൊക്കെ എല്ലാ കഴിവും ഉള്ള ആളുകൾക്ക് പോലും ഒരുപക്ഷെ ഏറെ ശ്രമകരമായി തോന്നാവുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ മാനസികമായി ഇതിൻ്റെ മഹത്വം, ത്യാഗം വർദ്ധിക്കുമ്പോൾ പ്രതിഫലം വർദ്ധിക്കുമെന്ന ഒരു വസ്തുതയിലൂടെയാണ് നമ്മളതിൻ്റെ ആ ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ എങ്ങനെയൊക്കെ ത്യാഗം സഹിച്ച് ഈ ഉഷ്ണങ്ങളെല്ലാം, അതിൻ്റെ കാഠിന്യമെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഈ വിശുദ്ധിയുടെ ഈ ഒരു മാസത്തെ നമ്മൾ വളരെ ആരവത്തോടെ കാണുമ്പോൾ അർഹമായ പ്രതിഫലം റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് നമുക്ക് വീണ്ടും ദുആ ചെയ്യാം. വർത്തമാനകാല സാഹചര്യങ്ങൾ മനുഷ്യരെ മൃഗതുല്യരാക്കുകയാണ്. മൃഗതുല്യർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതൊരു കുറഞ്ഞു പോകും, അതിനേക്കാളൊക്കെ അപ്പുറം എത്തി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഖുർആനിൻ്റെ ഒരു ആയത്ത് ഇങ്ങനെയാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അങ്ങനെ തുടങ്ങാണ് ആയത്ത്. അതിൻ്റെ സാരമെന്താണ്? വലഖദ് ദറഅനാ ലിജഹന്നം, നിശ്ചയം നരകം, ആ നരകത്തിന് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുണ്ട്, നാം സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നല്ല ഒരു വിഭാഗം ആളുകളെ. കസീറൻ എന്നാണ് ഖുർആനിൻ്റെ വാക്യം. ധാരാളം ആളുകളെ നരകത്തിന് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ എല്ലാ ജനങ്ങളിൽ നിന്നും ഇവരെ എങ്ങനെയാണ് വ്യത്യസ്തമാക്കുക? നമുക്ക് എങ്ങനെ ഇവരെ കണ്ടെത്താൻ കഴിയും? ഈ പൊതു ജനങ്ങളിൽ നിന്ന്
നരകവാസികളാകേണ്ട ആളുകളെ എങ്ങനെയാണ് വേർതിരിക്കാൻ കഴിയുക? അവർക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ പറഞ്ഞു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ. എല്ലാവർക്കും നൽകിയതുപോലെയുള്ള ഹൃദയങ്ങൾ അവർക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. അവർക്കുണ്ട്, ഹൃദയങ്ങളുണ്ട്. പക്ഷേ ലാ യഫ്ഖഹൂന ബിഹ, ആ ഹൃദയങ്ങളെ കൊണ്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഹൃദയങ്ങളെ കൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. ഈ ഒരൊറ്റ പരിശുദ്ധ വാക്യത്തിൻ്റെ സാരം നമ്മൾ വർത്തമാനകാല സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വേള ചിന്തിച്ചാൽ ഇത് ആരൊക്കെ കുറിച്ചാണ് അള്ളാഹു ഇത് പറഞ്ഞു കാണുക? കൃത്യമായി നമ്മൾ ഓരോ ആളുകളും ആ ഒരു പരിധിയിൽ പെട്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ആ ഭയാനകമായ സൂചനയുള്ള ഈ വാക്യത്തിൽ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോ ആളുകളും ഒരു ആത്മപരിശോധന നടത്തൽ അനിവാര്യമാണ്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ വ്യാപാര വ്യവസായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത ഘടകങ്ങളിലുള്ള തട്ടുകളിലുള്ള ഓരോ ഇടപെടലുകളിലും ഈ ഒരു ആശയം വളരെയധികം നമ്മെ ചിന്തിപ്പിക്കേണ്ടതല്ലേ? അള്ളാഹു നൽകിയ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. മനുഷ്യർ അധാർമികതയുടെ അന്ധകാരത്തിലേക്ക് ആണ്ടുപോകുമ്പോൾ സദാചാര മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അത്യന്തം ആപൽകരമായ ഒരു ജീവിത ശൈലി അനുകരിക്കുമ്പോൾ ഒരു വേള അവൻ്റെ ചിന്തകൾ, നേർവഴിയിലൂടെയുള്ള അവൻ്റെ ചിന്തകൾ അവൻക്ക് അന്യമാകുന്നു എന്നത് കൃത്യമായി നമുക്കും ബോധ്യപ്പെടും. ഉദാഹരണം പറയട്ടെ, ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയം ആ ഒരു പ്രവർത്തനത്തിൻ്റെ നന്മ തിന്മ രണ്ട് വശങ്ങൾ, ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങൾ കാണാൻ കഴിയുമല്ലോ. ആ രണ്ട് വശങ്ങളിൽ ഏതാണ് ഏറെ അനുധാവനം ചെയ്യേണ്ടത്, അനുകരിക്കേണ്ടത് എന്ന ഒരു ചിന്ത ഒരു നിമിഷം ഉണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ തെറ്റായ വഴിയിലേക്ക് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിലൂടെ തികച്ചും ഹലാലായ വഴിയിലൂടെ മാത്രം സമ്പാദിക്കാനും അല്ലെങ്കിൽ കുറേ കളവും മറ്റു വഞ്ചനകളും എല്ലാം അതിൻ്റെ കൂടെ അതൊരു ഹറാമിൻ്റെ വഴിയിലൂടെ തിരിച്ചു കളയാനും നമുക്ക് കഴിയും. ഇവിടെ നമ്മുടെ ചിന്തകളാണ്, നേർവഴിയുടെ ചിന്തയാണ് അതിൻ്റെ നേർവഴിയിലേക്ക്, അതിൻ്റെ വളരെ മാന്യതയുടെ അനുവദീയമായ വഴിത്താരയിലൂടെ ആ ഒരു ബിസിനസ്സിനെ ആ ഒരു ദിശയിലേക്ക് തിരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നത് ആ ഒരു നല്ല ചിന്തയാണ്. അതല്ല എങ്ങനെയെങ്കിലും വാരിക്കൂട്ടണം, സമ്പാദിക്കണം, അതേത് വഴിയിലായാലും സാരമില്ല എന്ന ചിന്ത, അത് അള്ളാഹു പറഞ്ഞ ഹൃദയങ്ങളുണ്ട് പക്ഷെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഒരു ഇണയെ തിരഞ്ഞെടുക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ചിന്ത, ഞാൻ നേരത്തെ പറഞ്ഞ ആ മനോഹരമായ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന, സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ വിവേകത്തിന് യോജിക്കാവുന്ന ഒരു ചിന്തയാണെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ അവൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ 18 വയസ്സ് പൂർണ്ണമാകുന്നത് വരെ അല്ലെങ്കിൽ 21 വയസ്സ് പൂർണ്ണമാകുന്ന വരെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ്
എൻ്റെ മാതാപിതാക്കൾ എന്നെ സംരക്ഷിച്ചത്. എൻ്റെ ഉമ്മ ഗർഭം ചുമന്ന ആ ഒരു കാലഘട്ടം മുതലേ കഠിനമായ വേദന സഹിച്ചു എന്നെ പ്രസവിച്ചു. 1-2 വർഷങ്ങൾ എനിക്ക് അമ്മിഞ്ഞപ്പാൽ നൽകി. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീര ചൂട് നേരിട്ട് തൊട്ട് അനുഭവിച്ചറിഞ്ഞ് ഉമ്മയുടെ ഉറക്കം എൻ്റെ ഉറക്കത്തിന് വേണ്ടി മാറ്റിവെച്ച്, ഉപ്പയാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപ്പ മോശമായ വസ്ത്രം ധരിക്കുമ്പോഴും ഏറ്റവും നല്ല സാധ്യമാകുന്ന വിധം നല്ല വസ്ത്രങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിവെച്ചു. അവർ രണ്ടുപേരും എൻ്റെ വളർച്ചയിൽ വളരെയധികം സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ എൻ്റെ വളർച്ചയുടെ ഓരോ നിമിഷങ്ങളും അവർ നോക്കിക്കണ്ടു. പഴമക്കാർ പറയുന്നത് പോലെ കൈകളാണോ കാലുകളാണോ വളരുന്നത് എന്ന രീതിയിൽ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ കാത്തിരുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് ഏത്, ഒരു നല്ല ചിന്തയാണ് ഞാൻ പറയുന്നത്. അവരുടെ ഉത്തരവാദിത്തമാണ് എനിക്ക് അനുയോജ്യമായ ഒരു ജീവിതം കണ്ടെത്തുക എന്നത്. തീർച്ചയായും ഉത്തരവാദിത്തപ്പെട്ട് രക്ഷിതാക്കൾ അത് ചെയ്യുമ്പോൾ അതിലെല്ലാ വഴികളെക്കുറിച്ചും അവർ അന്വേഷിക്കും. ഈ മംഗല്യത്തോടെ, ഈ നിക്കാഹോടെ, അതല്ലെങ്കിൽ മറ്റു സഹോദര സമുദായങ്ങളിലാണെങ്കിൽ ഈ താലി ചാർത്തലിലൂടെ എന്നെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടോ, അവരുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും എന്നോടുള്ള ഇടപെടലുകൾ ഉണ്ടാവുക, അവരുടെ വീട്ടിൻ്റെ സാഹചര്യം, അവരുടെ വളർച്ചയുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം, ഇങ്ങനെ ഓരോ ഘടകങ്ങളും വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് എല്ലാ രീതിയിലും എനിക്ക് കഴിയും, മദ്യപിക്കാത്ത സൽസ്വഭാവിയായ സൽഗുണ സമ്പന്നനാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകുമ്പോഴാണ് എന്നെ അവർ പിടിച്ച് അവർ ഏൽപ്പിക്കുക. അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, അത് ചെയ്യും. ഇതാണ് ഒരു നല്ല ചിന്ത. ഒരു പുരുഷനാണെങ്കിലും എനിക്ക് ഒറ്റ ഒരു ഇണയാണ് എൻ്റെ ആളുകൾ എനിക്ക് കണ്ടെത്തുക. അവൾ എൻ്റെ ജീവിത പങ്കാളിയായി കടന്നു വരുമ്പോൾ നാളിത് വരെയുള്ള അവളുടെ ജീവിത രീതികളെക്കുറിച്ച് അവർ പരിശോധിച്ച് കാണും. അവളുടെ കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ അന്വേഷിച്ച് കാണും. ഇങ്ങനെ ഒരുപാട് പരിശോധനകൾക്ക് വിധേയമായി അവർ കണ്ടെത്തുന്നു. ഈ ഒരു നല്ല ചിന്തയിൽ രൂപപ്പെടുന്ന കുടുംബജീവിതങ്ങൾ പലപ്പോഴും പ്രശ്നങ്ങളില്ലാതെ ആ ഒരു ദാമ്പത്യ യാത്ര അത് തട്ടലും മുട്ടലുമില്ലാതെ വളരെ നല്ല രീതിയിലുള്ള മനോഹരമായ ഒരു നൗക പോലെ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ മറിച്ചാണെങ്കിലോ, ഞാനിതൊക്കെ പറഞ്ഞ ത്യാഗങ്ങളും ഈ പ്രയാസങ്ങളും ഈ വിഷമങ്ങളും ഒക്കെ സഹിച്ച് നമ്മെ പോറ്റി വളർത്തി നമ്മുടെ സ്വന്തം ഒരു യൗവനഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു എന്ന ബോധ്യമുണ്ടാകുമ്പോഴേത്തിന് എന്ത് ചെയ്യുന്നു? അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അതുവരെ അറിയാത്ത, കേവലം ഒരു നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടി എപ്പോഴോ കണ്ടുമുട്ടിയ ഒരു സംസാരത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ഏതോ ഒരു മിസ്ഡ് കോളിൽ നിന്ന്, അതല്ലെങ്കിൽ ഏതോ ഒരു ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞ, അതുവരെ ഒരു ബന്ധമില്ലാത്ത തികച്ചും അപരിചിതയായ ഒരാളുമായി നമ്മുടെ ജീവിത പങ്കാളിയായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ചിന്ത, അത് എത്രത്തോളം അപകടകരമാണ്. ഇവിടെ എന്തേ സംഭവിച്ചത്? നാം അന്ന് കണ്ട ആ ഒരു ബന്ധമല്ലാതെ ഒന്നുമില്ലല്ലോ. അവൻ്റെ മദ്യപാനത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അവൻ്റെ ദുസ്വഭാവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അവളുടെ മോശമായ ജീവിത രീതികളെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു ഫേസ് ടു ഫേസ് ആ രീതിയിലുള്ളൊരു കാഴ്ച, അതിലൂടെ കണ്ട ഒരു കാഴ്ചകൾ മാത്രം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരുന്നുവെങ്കിൽ അവിടെയാണ് ഖുർആനിൻ്റെ വാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ. ശരിക്ക് ചിന്തിക്കാവുന്ന ഹൃദയങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, പക്ഷെ എന്തേ ചിന്തിച്ചില്ല അവർ. പിന്നെ പറയുന്നുണ്ട്, വലഹും അഅ്യുനു ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനു ലാ യസ്മഊന ബിഹാ. അവർക്ക് നേത്രങ്ങൾ നൽകിയിട്ടുണ്ട്, കണ്ണുകൾ നൽകിയിട്ടുണ്ട്, പക്ഷേ ലാ യുബ്സിറൂന ബിഹാ,
ആ കണ്ണുകളെ കൊണ്ട് അവർ കാണുന്നുമില്ല. നേരത്തെ ചിന്തകളെക്കുറിച്ച് പറഞ്ഞതുപോലെ എത്രയോ കാഴ്ചകൾ കാണാൻ കഴിയും. ഈ പറഞ്ഞ ഓരോ സാഹചര്യങ്ങളുടെയും ഉദാഹരണങ്ങൾ, ജീവിതാനുഭവങ്ങൾ, പല ആത്മഹത്യകൾ, വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ, ഇതെല്ലാം ഇവിടെ പ്രപഞ്ചത്തിൽ നടക്കുകയാണ്. അമിതമായ ആഡംബരത്തോടെ ജീവിച്ചു കടബാധ്യത വന്നതിൻ്റെ പേരിൽ കൊല്ലുന്ന, ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകൾ, ഇതൊക്കെ കാണുന്നു, ഇതൊക്കെ കണ്ടും പക്ഷെ അവരത് ഉൾക്കൊള്ളുന്നില്ല. കണ്ണുകളുണ്ട്, കാണുന്നില്ല. അത്ര പരിശുദ്ധമായ വാക്യത്തിൻ്റെ സൂചനകൾ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മതിയല്ലോ. പലഹും ആദാനുല്ല യസ്മഊന ബിഹ. ഇപ്രകാരം ശ്രവണപുടങ്ങളുണ്ട്, ചെവികളുണ്ട്, പക്ഷെ ഒന്നും കേൾക്കണില്ല. എന്തൊക്കെയോ പറഞ്ഞു കേൾക്കുന്നു. ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ദൈനംദിനം നമ്മുടെ മുന്നിലെത്തുന്നു, നമ്മൾ കാണുന്നു. പക്ഷേ ആ വാർത്തകൾ കേൾക്കാനോ ആ കേട്ട വാർത്തകളുടെ ഗൗരവം മനസ്സിലാക്കാനോ നമ്മുടെ ജീവിതത്തിൽ അത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനോ കഴിയാതെ ഒരു നല്ല മനുഷ്യനാകാതെ അവനെങ്ങനെയാ ജീവിക്കുന്നത്? ഖുർആൻ പറയാണ്, ഉലൈക കല്ലൻ ആം. ഖുർആൻ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന പോലെ ഒന്നല്ല. അതിനടുത്ത് വന്ന് വിശുദ്ധമായ ഖുർആൻ ഒരാവർത്തി ഒന്ന് നോക്കി വച്ചാൽ, സഹോദരങ്ങളെ, ഖുർആൻ വലിയൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ആ ഖുർആൻ പറയാണ്, ഉലൈക കല്ലൻ ആം. ഈ ആളുകൾ, ഞാനീ പറഞ്ഞ ചിന്താശക്തി ഉണ്ട്, ചിന്തിക്കാതെ, കാഴ്ചയുണ്ട്, കാണാതെ, കേൾവിയുണ്ട്, കേൾക്കാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഇങ്ങനെയുള്ള ആളുകൾ, കല്ലൻ ആം, അവർ മൃഗതുല്യരാണ്. അവസാനിക്കണില്ല, ബൽഹും അളൽ, മൃഗങ്ങളെക്കാൾ അതം പതിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. അല്ലേ? ഉമ്മ ഉൾപ്പെടെ 5 പേരെ കൊല്ലുകയും ഉമ്മ ജീവിത മരണങ്ങൾക്കിടയിൽ മല്ലടിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ ഈ വർത്തമാനകാല സാഹചര്യത്തിൻ്റെ വലിയൊരു നൊമ്പരാണ്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത, നമ്മളൊക്കെ എത്ര കാലം ഉണ്ടാകുമോ ആ കാലഘട്ടം വരെ വളരെ വേദനയോടെ ഓർക്കുന്ന ഒന്നാണ്. അല്ലേ? കലാലയങ്ങളിൽ കലാപമുണ്ടായതിൻ്റെ പേരിൽ ഒരു കൊച്ചു വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായി അറുകൊല ചെയ്യപ്പെട്ടതും ഈടെ അടുത്താണ്. മൃഗങ്ങൾക്ക് കഴിയോ തൻ്റെ സഹജീവിയെ മർദ്ദിക്കാനും കൊന്നു തിന്നാനും? ഇല്ല. എത്ര വേട്ട വന്യ മൃഗങ്ങളാണെങ്കിലും അവർക്കിടയിലുള്ള ഒരു സ്നേഹം പലപ്പോഴും നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ഉലൈക കല്ലൻ ആം, ഇങ്ങനെ അധപ്പതിച്ച, അബദ്ധസഞ്ചാരം നടത്തുന്ന, അപരിഷ്കൃതരായ ഈ ആളുകൾ അവർ മൃഗതുല്യരാണ്, അതിനേക്കാൾ അധപ്പതിച്ചവരാണ്. ഇങ്ങനെയുള്ളൊരു വിഭാഗത്തെയാണ് നരകത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വസ്തുനിഷ്ഠമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മോട് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് നമ്മൾ ഉൾക്കൊണ്ട് ജീവിതം സംശുദ്ധമാക്കാൻ നമുക്ക് കഴിയണം. സൃഷ്ടാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവനിഷ്ടപ്പെടുന്ന ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ളൊരു സൗഭാഗ്യം സൃഷ്ടാവ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു. വാഹൃ ദഅവത്തി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.